അല്ല, ഇവിടെ മക്കള് മയ്യത്ത് അഹ്ലുകാരായ ആളുകള്, മക്കള് ഒക്കെ അഹ്ലുകാരായ ആളുകളൊക്കെ നിൽക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയാണെങ്കിലും അവിടെ പണ്ഡിതന്മാരെയും തങ്ങന്മാരൊക്കെ ബഹുമാനിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലുള്ളതാണ്. വിശ്വാസ കാര്യത്തിൽ അങ്ങനെയാണ്, ആദരവിന്റെ ഭാഗം അങ്ങനെയാണ്. പക്ഷെ വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ അവരും കടത്തി വെട്ടി. കാരണം ഈ പറയുന്നൊന്നും ചെയ്യുന്നൊന്നും നോക്കാൻ നിങ്ങൾ, ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണെന്നാണ് ആരെ വിശ്വാസം? മുജാഹിദുകളെ വിശ്വാസം. വഹാബികൾ അങ്ങനെയാണ് പറയുന്നത്. എന്തിനേറെ പറയുന്നത്, ഇപ്പോൾ ഈ പാണക്കാട് തങ്ങള്, ഇപ്പോൾ ഷിഹാബ് തങ്ങളുടെ ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ട് മുജാഹിദുകളായ ആളുകൾ അറബിയിൽ ഗൾഫ് മേഖലയിൽ എല്ലായിടത്തും പ്രചരിപ്പിച്ച് ഇയാൾ കാഫറാണ്, മുഷിരിക്കാണ്, ഷിർക്കൻ പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒളി ക്യാമറയിലൂടെ തങ്ങൾ മന്ത്രിച്ചു എന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അപ്പോൾ ജനങ്ങളോട് പറയുമ്പോൾ ഇയാൾ മുഷിരിക്കാണെന്ന് പറയും. ജനങ്ങളോട് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടാനും ജനങ്ങളെ ഒന്ന് അറിയപ്പെടാനും വേണ്ടി എന്ത് ചെയ്യുക, അപ്പോൾ ഇവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന തങ്ങന്മാരെ ഒക്കെ കൊടുന്നിട്ട്, ലീഗിൻ്റെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് തങ്ങന്മാരെ കൊടുത്തിട്ട് അപ്പം എന്ത് ചെയ്യുക, ഒരു നാടകം കളിക്കുക നിസ്കാരം എന്ന പേരിൽ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവരൊരു അവസ്ഥയാണ് ഇപ്പോൾ അത്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞതുപോലെ തന്നെ മരിച്ചവർക്ക് ഏറ്റവും അയലുകാരാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടി എന്ന് മുജാഹിദ് മൗലവിമാരൊക്കെ കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ മുജാഹിദിൻ്റെ ഏറ്റവും വലിയ ജനറൽ സെക്രട്ടറി മരിച്ചപ്പോൾ അപ്പോൾ അഹ്ലുകാരും ഇല്ല, പ്രാസ്ഥാനിക ബന്ധുക്കളും ഇല്ല, ആരുമില്ല. പിന്നാരെ കൊണ്ടൊന്ന് ഈ മുഷ്രിക്കാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന ഈ ഷിർക്കൻ വിശ്വാസമുള്ള ആളുകളെ കൊണ്ടുവരിക. ഒന്ന് നോക്കി നിങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇവരെ ആരും അംഗീകരിക്കണില്ല. ഇപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് തന്നെ, ഇപ്പോൾ ഷിഹാബ് തങ്ങളെ കുറിച്ച് തന്നെ സക്കരിയ സലാഹി പറഞ്ഞെന്താ, അതൊരു കരുണാകരൻ്റെ മാതിരിന്ന്, അല്ലാതെ ഒരു പ്രത്യേകത ഇല്ല, അഖിലബത്തിന് ഒരു പ്രത്യേകത ഇല്ല, നമ്മൾ ഈ കരുണാകര രാഷ്ട്രീയം. അതേപോലെ ഒരാള് ഷിഹാബ് തങ്ങൾ ആത്മീയ നേതാവാണോ അല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സക്കരിയ സലാഹിന്റെ ക്ലിപ്പുകൾ കേട്ടില്ലേ? ഞാൻ കേട്ടുതരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവർക്ക്. അങ്ങനെ അഹ്ലു ബൈത്ത് എന്ന ഒരു നബി കുടുംബത്തെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ള ഒന്നും ഇവർക്കുന്നില്ല, ഉള്ളിലില്ല. മാത്രമല്ല ഇവർ മുഷ്രിക്കിന്റെ ഷിർക്കൻ പരിപാടിയാണ് ചെയ്യുന്നത് എന്ന് വരെ ഇവർ എഴുതി വെക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് വേറെ പ്രസിഡന്റ്, എന്നാ മുജാഹിദിൽ തന്നെ പ്രസിഡന്റുമാരുണ്ടല്ലോ, മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ഉണ്ടല്ലോ വിലയിക്കല്, എന്ത് ഇമാമത്ത് നിർത്താഞ്ഞ്. അപ്പൊ ഇവരവസ്ഥ ആണ് ഇതിങ്ങനെ സമൂഹത്തിൽ അംഗീകാരം കിട്ടും. അപ്പൊ ഷിർക്കൊക്കെ കാണാം അവിടെ തൗഹീദായി മാറുന്നത്. നോക്കി ഇവരെ അവസ്ഥ മുഴുവൻ അങ്ങനെ തന്നെ. ഇപ്പോൾ ഖുതുബിയ്യത്ത്, മുഹ്യിദ്ദീൻ മാല ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അച്ചടിച്ച് വിൽക്കണം. ഇപ്പോൾ നമ്മൾ ഈ പ്രസ്സെന്ന്, തിരൂരങ്ങാടി പ്രസ്സെന്ന്, മുജാഹിദ് പ്രസ്സെന്ന് നോക്കണം നിങ്ങൾ. എന്നിട്ട് ആ ഷിർക്ക് വിറ്റിട്ടുള്ള ആ പൈസയാണ് ഇപ്പോൾ ഇവിടെ അവിടെ കുത്തുബോധാൻ വരുന്ന മുജാഹിദ് പള്ളിക്കലെ കുത്തുബോധന ഖത്തീബ് വരെ ചെലവിന് ഈ പ്രസ്സൊക്കെ പോവുക, ഉച്ചക്ക് ചെലവിനൊക്കെ. അപ്പോൾ ഈ ഷിർക്കൻ എല്ലാം തിന്നിട്ട്. അപ്പോൾ ഇതിങ്ങനെ പറയണേ ഒരുപാട് പറയാനുണ്ട്. ഇവരുടെ അവസ്ഥ അതാണ്. ഇവർ ഷിർക്കാണ്, മുഷിരിക്കാണ് എന്ന് പറയും ചെയ്യും. എന്നിട്ട് അവർ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനും, മയ്യത്ത് നിസ്കരിക്കാനും, അവരെ കൂടെ തുടർന്ന് നിസ്കരിക്കാനും, അവരെ അർത്ഥത ഭക്ഷിക്കാനും, അവരെ ശ്മശാനത്തിൽ മയ്യത്ത് മറവാട ഒക്കെ എന്നാൽ ജനങ്ങളോട് പറയുമ്പോൾ ഷിർക്കാൻ പോട്ടേന്ന്. ഫൈസൽ മൗലവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഫൈസൽ മൗലവി എന്ന് പറയുന്ന ജിന്നൂരികളുടെ നേതാവ്, ആ ഇതിലുള്ള കേരള ശൈത്താനികൾ എന്ന് മറ്റേ ആൾ പറഞ്ഞല്ലോ, ആ ഫൈസൽ മൗലവിയുടെ വാപ്പ മരിച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മമ്പുറത്തെ പൂജാരിയാണ് എൻ്റെ വാപ്പ എന്ന് പ്രസംഗിച്ച ആളാണ് ആര്? ഈ ഫൈസൽ മൗലവി. ഈ ഫൈസൽ മൗലവി വാപ്പ മരിച്ച സമയത്ത് വാപ്പ മുശ്രിക്കാണ്, പൂജാരിയാണെന്നൊക്കെ പ്രസംഗിച്ച മൗലവി വാപ്പ മരിച്ച സമയത്ത് ഇതേപോലെ തന്നെ പാണക്കാട് തങ്ങളെ കൊടുന്നാണ് ദ്വാരിപ്പിക്കുകയാണ്. അപ്പം ആ ഹല്ലിൽ എല്ലാവരും കൊണ്ട് ദ്വാരക്കുമ്പോൾ ഇയാളും മുശ്രിക്ക് എന്ന് പറഞ്ഞ് അതും മരിച്ചോടത്ത് ദ്വാരക്കൽ ബിദഅത്താണ് എന്നൊക്കെ പറയുന്ന ഈ മുജാഹിദ് മൗലവിമാരുടെ അവസ്ഥയാണ് ഇപ്പോൾ അത്. വാപ്പ മരിച്ചെടുക്കുമ്പോൾ ആ മുശ്രിക്കിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണ്, കൂടെ ആമീൻ എടുക്കുന്നു ആര്? ഫൈസൽ മൗലവി. മയ്യത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യം മുശ്രിക്കിന് വേണ്ടി ചെയ്യുന്നു. അപ്പം ഇത് കാപ്പട്യമാണ്, മുനാഫിക്കീങ്ങളാണ് ഈ വഹാബികള്. ഇത് ദജ്ജാലൂന ഖദ്ദാബൂന എന്ന് പറഞ്ഞ ഈ ഇതുണ്ടല്ലോ, ഇവര് പഴിപ്പിക്കുന്നവരാണെന്ന് അതിൻ്റെ ഏറ്റവും ഉദാഹരണങ്ങൾ ഇപ്പം നമ്മളെ ഈ മുന്നിലെ ദൃശ്യമായിട്ട് കാണുന്നതൊക്കെ. ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അസ്സലാമു അലൈക്കും.